ഹായ് സ്റ്റുഡൻസ്. CA ഫൗണ്ടേഷൻ്റെ ബിസിനസ് ലോയുടെ സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ സിലബസ്, എക്സാം പാറ്റേൺ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്, പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജിനെ പറ്റിയും നിങ്ങൾ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി, സമ്മറി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി, നിങ്ങളുടെ റിവിഷനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മുടെ ചാപ്റ്റർ 1 ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് കുറച്ച് സബ് ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് ലോ, എന്താണ് നിയമം എന്നുള്ളതാണ്. സെക്കൻഡ്, വൈ ഈസ് ലോ നീഡഡ്, എന്തിനായിരിക്കും നമുക്ക് നിയമങ്ങൾ എന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നീഡ് എന്താണ് എന്നുള്ളതാണ്. മൂന്നാമത്, സോഴ്സസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിൽ നിന്നൊക്കെയാണ് നിയമങ്ങൾ എടുത്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിനെ നമ്മൾ നിയമമാക്കി മാറ്റുന്നു. അതിനാണ് നമ്മൾ കസ്റ്റം ലോ എന്നൊക്കെ പറയുന്നത്. വേറൊരു എക്സാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന്, ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ കുറേ നിയമങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ പഴയ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ അവർ കുറേ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറേ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, അത് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നാലാമത്തത്, ടൈപ്സ് ഓഫ് ലോ, ഏതൊക്കെ ടൈപ്പ് ലോസ് ആണുള്ളത്. ഒരു എക്സാമ്പിൾ അത് പറയുകയാണെങ്കിൽ, ക്രിമിനൽ ലോസ് യൂസ് ചെയ്യുന്ന എപ്പോഴായിരിക്കും, ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുകയോ അങ്ങനെയുള്ള ഗ്രേവ് ആയിട്ടുള്ള കേസസിനൊക്കെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, ക്രിമിനൽ ലോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത്, സിവിൽ ലോ എന്ന് പറഞ്ഞിപ്പം അത്രയും ഗ്രേവ് അല്ല, ഇൻറ്റൻസിറ്റി കുറവാണ്. ഡാമേജസ് കൊണ്ടൊക്കെ നമുക്ക് നമുക്ക് ഫൈനോ പെനാൽറ്റിയോ അല്ലെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സ്ഥലത്തർക്കമൊക്കെ വരും, അല്ലെങ്കിൽ വഴി നടക്കാൻ പറ്റുന്നില്ല, വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസസ് ഒക്കെ എന്തായിരിക്കും, സിവിൽ കേസ് ആയിരിക്കും. അഞ്ചാമത്തത്, പവർ ടു മേക്ക് ലോ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ലോസ് ഉണ്ടാക്കാനുള്ള അധികാരം, ആർക്കായിരിക്കും എന്നുള്ളതിന് പല ആൻസേഴ്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ചേർന്ന് വരുന്നത് എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ആണ് കൂടുതലും ലോസ് ഉണ്ടാക്കുന്നത്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം ആളുകൾ വരും. നമുക്ക് എന്തായാലും ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രോസസ് ടു മേക്ക് ലോ, എങ്ങനെയാണ് ഒരു ലോ ഉണ്ടാക്കുന്നത്, എന്താണ്, പല സ്റ്റെപ്സിലൂടെയാണ് ഒരു നിയമം പാസ്സാവുന്നത്. ആദ്യം അത് രാജ്യസഭ, ലോക്സഭ, അങ്ങനെയുള്ള സഭ, 2 ഹൗസ് ഓഫ് പാർലമെൻറ്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോയി, പിന്നെ പ്രസിഡന്റിന്റെ അസെന്റ് കിട്ടി ഒഫീഷ്യൽ ഗസറ്റിൽ വരുമ്പോഴാണ് അതൊരു നിയമമായി മാറുന്നത്. വൈ CA സ്റ്റുഡൻസ് നീഡ്സ് ലോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് CA സ്റ്റുഡൻസ് ലോസ് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്ട്രീം എന്ന് പറയുന്നത് കൂടുതലും അക്കൗണ്ട്സും ടാക്സും ഓഡിറ്റിങ്ങും ഒക്കെയാണ്. പിന്നെ എന്തിനായിരിക്കും നിങ്ങൾ ലോസ് അറിയണമെന്ന് പറയുന്നത്. നെക്സ്റ്റ്, മേജർ റെഗുലേറ്ററി ബോഡീസ്, നമ്മൾ കുറേ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ, പക്ഷെ അതെല്ലാവരും പാലിക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണോ, അതോ അതിനെ പറ്റിയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, ഇതിനെയൊക്കെ മേൽനോട്ടം അല്ലെങ്കിൽ അതൊരു വാച്ച് ഡോഗ് പോലെ നോക്കുന്നവരാണ് ആര്, റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ ഒരു ലീഗൽ ഇതിൻ്റെ ഒരു പാർട്ടാണ് എന്ത്, ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കി അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് റെഗുലേറ്ററി ബോഡീസ് കൊണ്ടുവന്നു. ഇനി എന്തെങ്കിലും ഈ നിയമം കാരണം എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടാണ് എന്ത്, ജുഡീഷ്യൽ സിസ്റ്റം, അതായത് കോടതികളാണ് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത്. അതിനൊരു ഹയറാർക്കി ഉണ്ട്. എങ്ങനെയാണ്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, ഇതാണ് ഏകദേശം ഒരു ഹയറാർക്കി. ഇതിന് താഴേക്കും കോർട്ട്സ് വരുന്നുണ്ട്, സെഷൻ കോർട്ട് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സിലബസിലാകെ 3 കോർട്ടിനെ പറ്റിയാണ് കൂടുതലും പഠിക്കാനുള്ളത്. ഇത്രയുമാണ് നമുക്ക് സബ് ടോപ്പിക്സ് ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ്
എന്താണ് ലോ എന്ന് നോക്കാം. സോ ഇവിടെ അതിനു മുമ്പ് നിങ്ങളൊരു ജനറൽ ആയിട്ടുള്ള കുറച്ച് ലോസിനെ പറ്റി ഞാൻ പറയാം. എക്സാമ്പിൾ, നമ്മുടെ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ കാണാം ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും അല്ലേ, മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത്. അവിടെ തന്നെ കൊണ്ട് നിക്ഷേപിക്കും, അത് വേറൊരു കാര്യം. എന്നാൽ പോലും അങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് എന്താണ്? അതൊരു നിങ്ങൾക്കുള്ളൊരു സൈനാണ്. അവിടെ ഇടരുത്. ഇട്ടാൽ എന്ത് പറ്റും? അത് ശിക്ഷാർഹമാണ്. അതും ചിലപ്പോൾ അവിടെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. സോ എന്താ പറയുക, അതൊരു നിയമമാണ്. അത് എന്തിൻ്റെ കീഴിലായിരിക്കും വരുന്നത്? എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോ, അതിൻ്റെ കീഴിൽ വരുന്ന ഒരു ലോയാണ് ഈ പറയുന്ന മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിയരുത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാത്രം, അതായത് ഇപ്പോൾ ബാക്കിലിരിക്കുന്ന ആൾക്കും കൂടി എന്ത് വേണം? ഹെൽമെറ്റ് വേണം അല്ലേ. അപ്പോൾ 2 പേർക്കും ഹെൽമെറ്റ് വേണം, അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതില്ലെങ്കിൽ വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈൻ അടയ്ക്കേണ്ടി വരും. സോ അതെന്താണ്? മോട്ടോർ വെഹിക്കിളിൻ്റെ കീഴിൽ വരുന്ന ഒരു നിയമമാണ്. അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വളരെ എന്താ പറയുക ഉപയോഗം കൂടിക്കൂടി വരികയാണല്ലേ. അപ്പം അവിടെയും എന്തുണ്ട്? പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഹാക്ക് ചെയ്യപ്പെടുന്നു, പിന്നെന്താ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അവിടെ അതിനെപ്പറ്റിയൊക്കെ ഉള്ള ലോസാണ് സൈബർ ലോസ് എന്ന് പറയുന്നത്. സോ സൈബർ ലോസ് ഒന്നും പണ്ടില്ലായിരുന്നു, കാരണം പണ്ട് ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി സൈബർ ലോസിൻ്റെ ആവശ്യവും വന്നു. സോ ഇത് വേണമെങ്കിൽ നമുക്കൊരു നീഡ് പറയാം. എന്തെങ്കിലും ഒരു റീസൺ എന്ന് പറയാനായിട്ട് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കാരണം പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പം സൈബർ ലോസ് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ കൊണ്ടുവരാനുള്ള സാധ്യതയുള്ള ക്രിപ്റ്റോ കറൻസീസ് കേട്ടിട്ടുള്ളവർക്കറിയാം. അതിനെപ്പറ്റി ചിലപ്പോൾ ഇനി ഒരു നിയമം വരാം. സോ ഇതൊക്കെയാണ് ഒരു ജനറൽ ലോസ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള ലോസ് ഒക്കെയാണ് ഇത് കേട്ടോ. സോ ഇനി നമുക്ക് എന്താണ് ലോ എന്ന് പറയാം. സോ ഇവിടെ ഒരു പിക്ചറിൽ ഒരു അച്ഛൻ മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്താണ്? രാവിലെ 6 മണിക്ക് നീ എഴുന്നേൽക്കണം, അതുപോലെ 7 മണിക്ക് മുമ്പ് നീ വീട്ടിലെത്തണം, പിന്നെന്താ, എല്ലാ ദിവസവും നീ ന്യൂസ് പേപ്പർ വായിക്കണം, കൂടുതൽ നേരം നീ TV നോക്കരുത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റൂൾസ് കൊടുക്കുകയാണ്. റൂൾസ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ട കാര്യമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷ തരും എന്ന് പറയുകയാണ്. അപ്പം മോള് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ഞാൻ എന്താ പറയുക, ഞാൻ അല്ലെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പം അച്ഛൻ പറയും, ഇല്ല, ഇത് റൂളാണ്, നീ ചെയ്തില്ലെങ്കിൽ നിനക്കിത് പണിഷ്മെൻ്റ് ഉണ്ടാവും. അപ്പം അവൾ ചോദിക്കുന്നത് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, നീ രാവിലെ എഴുന്നേക്കാൻ പറയുന്നത് നിനക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാനാണ്. രണ്ടാമത്തേത് എന്താണ്? ന്യൂസ് പേപ്പർ വായിക്കുന്നവർ. ന്യൂസ് പേപ്പർ എന്താണ്? നിന്റെ നോളജ് ബിൽഡ് ചെയ്യാനും നിന്റെ കറണ്ട് അഫയേഴ്സ് അതിനെപ്പറ്റി നിന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നീ അറിയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. മൂന്നാമത്തേത് 7 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി, അതിനു വേണ്ടിയാണ് ഞാൻ ആ റൂള് പറഞ്ഞത്. അടുത്തത് എന്താ പറയുക, കൂടുതൽ നേരം TV നോക്കിയിരിക്കരുത്, നിന്റെ കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ഇതുപോലെ റൂൾസ് ഉണ്ടാക്കുന്ന എന്തായിരിക്കും? ബെനഫിറ്റ് ഉള്ളത് കൊണ്ടാണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ്? ജനങ്ങൾക്ക് ബെനഫിറ്റ് ഉണ്ടാവും. ഇവിടെ മകൾക്ക് ബെനഫിറ്റ് ഉള്ളതുപോലെ തന്നെ ഈ നിയമങ്ങൾ, ഈ പറഞ്ഞ എൻവയോൺമെൻറ്റും സൈബർ ലോസും എല്ലാം കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? നമുക്കൊരു ബെനഫിറ്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ലോസിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? എൻവയോൺമെൻറ്റൽ ലോയിൽ പറഞ്ഞു നമ്മൾ മാലിന്യം നിക്ഷേപിക്കരുത്. മാലിന്യം നിക്ഷേപിച്ചാൽ എന്താണ്? മലിനമാകും, അതുപോലെ തന്നെ ദുർഗന്ധം വരും, ബാക്ടീരിയാസ് വരും, നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താ പറയുക, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവല് കൂടും. പിന്നെന്താണ്? സൈബർ ലോസ് കൊണ്ടുവരുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയും. നമ്മുടെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ബ്രെയിനാണ്. അപ്പം അതിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്? ഹെൽമെറ്റ് വയ്ക്കാൻ പറയുന്നത്. സോ ലോസ് ഉണ്ടാക്കുന്നത് തീർച്ചയായും ഒരു ബെനഫിറ്റ് ഉള്ളത് കൊണ്ടാണ്. സോ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. സോ നോക്കിക്കേ, ദ സിസ്റ്റം ഓഫ് റൂൾസ് വിച്ച് എ പെർട്ടിക്കുലർ കൺട്രി or community recognizes as regulating the action of its members and which it may enforce by the imposition of penalties. എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഓഫ് റൂൾസ്, കുറേ അധികം റൂൾസ് ഉണ്ടാക്കുകയാണ്. ആരാണ് ഉണ്ടാക്കുന്നത്?
കൺട്രി, ഇപ്പം എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നമുക്ക് എന്ത് പറയാം, ഇന്ത്യ ഉണ്ടാക്കുന്ന നിയമങ്ങൾ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഒരു സ്കൂളിലുള്ള നിയമം. ഓക്കെ, സ്കൂളിൽ എന്തായിരിക്കും, രാവിലെ ഇപ്പോൾ 8 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ 8 മണിക്ക് മുമ്പ് സ്കൂളിൽ എത്തണം. അതുപോലെ കറക്റ്റ് സമയത്ത് ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ കയറണം, എല്ലാവരും ക്ലാസ്സിൽ പ്രസൻ്റ് ആയിരിക്കണം, അറ്റൻഡൻസ് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഓഫീസിൽ പോയി, ഓഫീസിൽ എന്താണ് ഈ പറയുന്ന നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അവിടുത്തെ ആളുകൾ നമ്മൾ മെമ്പേഴ്സ് എന്ന്. ഇന്ത്യയിലെ ആളുകൾ ഇപ്പം ഒരു ലോങ് വൈഡ് പേഴ്സ്പെക്റ്റീവിൽ പറയുമ്പോൾ ഇന്ത്യയിൽ നമ്മുടെ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആസ് റെഗുലേറ്റിംഗ് ദ ആക്ഷൻസ് ഓഫ് ഇറ്റ് മെമ്പേഴ്സ്, അതായത് ആളുകളുടെ പ്രവൃത്തിയെ റെഗുലേറ്റ് ചെയ്യുന്ന, ചീത്ത പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കാൻ. അപ്പോൾ സൈബർ ലോസിനെ പേടിച്ച് ആളുകൾ ഹാക്ക് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കും അല്ലേ. അതുപോലെ തന്നെ മാലിന്യം വലിച്ചെറിയരുത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം ഒരാൾ മാലിന്യം വലിച്ചെറിഞ്ഞിട്ട് അയാൾക്ക് നിങ്ങൾ ഫൈൻ കൊടുക്കാൻ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ആളൊന്ന് ചിന്തിക്കും, ഞാനിവിടെ ഇട്ടാൽ എനിക്ക് പൈസ അടയ്ക്കേണ്ടി വരും. അതാണ്. അപ്പം നമ്മുടെ ആക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക. ഓക്കെ, റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നൊക്കെയാണ് ഒരു മീനിങ്. സോ ആൻഡ് വിച്ച് ഇറ്റ് മേ എൻഫോഴ്സ്. ഇനിയിപ്പം നിങ്ങൾ ആ നിയമം നടപ്പിലാക്കി, പക്ഷേ നിങ്ങളത് ചെയ്തില്ല, ഇപ്പം നിങ്ങൾ മാലിന്യം വലിച്ചെറിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, പെനാലിറ്റി വരും. അതിനുള്ള അധികാരം കൂടെ ആർക്കുണ്ട്, ഈ പറയുന്ന കൺട്രിയിലെ നിയമവ്യവസ്ഥയിലുണ്ട്. സോ ഇതൊരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു കൺട്രി അവരുടെ സിറ്റിസൺ, ആ കൺട്രിയിലെ സിറ്റിസൺസിൻ്റെ വെൽഫെയറിനും പിന്നെ അവരുടെ ആക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടി ഉണ്ടാക്കുന്ന കുറേ റൂൾസ്, സിസ്റ്റം ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ എന്ന് പറയുന്നത്. ഒന്നുകൂടി, ലോ എന്ന് പറയുന്നത് ഒരു കൺട്രിയിലെ സിറ്റിസൺസിൻ്റെ വെൽഫെയറിന് വേണ്ടിയും അവരുടെ ആക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടി ഉണ്ടാക്കുന്ന കുറച്ച് സിസ്റ്റം ഓഫ് റൂൾസിനെയാണ് നമ്മൾ ലോസ് എന്ന് വിളിക്കുന്നത്. പല ഏരിയയിൽ നമുക്ക് ലോസ് കാണാൻ പറ്റും. എന്താണ്, ഇപ്പോൾ എക്സാമ്പിൾ എൻവയോൺമെൻറ്റ്, വൈൽഡ് ലൈഫ്, മോട്ടോർ, അതായത് കാറുകൾക്ക് വേണ്ടി നിയമം, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിയമം. പിന്നെ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്ത്രീധന നിരോധന നിയമം, അതായത് കല്യാണ സമയത്ത് സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് എന്താണ്, ശിക്ഷാർഹമാണ്. സോ അങ്ങനെയുള്ള ലോസ്, അപ്പം പല ഏരിയയിലും നമുക്ക് ലോസ് കാണാൻ പറ്റും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, സെൻട്രൽ ഉണ്ടാക്കുന്ന നിയമങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യ മൊത്തം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് ഉണ്ട്. പിന്നെ പെർട്ടിക്കുലർ സ്റ്റേറ്റ്സിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ആൽക്കഹോൾ ബാനാണ്. ഓക്കെ, ആൽക്കഹോൾ അവിടെ കയറ്റാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അത് ശിക്ഷാർഹമാണ്. ഫൈനോ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റോ വധശിക്ഷ, ജയിലിൽ കൊണ്ടിടുക. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അവിടെ അതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലോ മറ്റ് സ്റ്റേറ്റ്സിലോ അത് ബാധകമല്ല. ഇവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ഈ കേരളത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഗുജറാത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അവിടെ വെച്ച് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, പെനാൽറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. സോ ഒരു സ്റ്റേറ്റിൽ ഉള്ള നിയമം എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ സ്റ്റേറ്റിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. പക്ഷേ പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ആ സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവർക്കും എന്താണ്, അത് ആപ്ലിക്കബിൾ ആണ്. സോ അതുപോലെ തന്നെയാണ് ഈ ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴും എന്താണ്, ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ നിയമം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഷൂട്ടിംഗ് ദ ബേർഡ്സ് ഈസ് എഗെയിൻസ്റ്റ് ദ ലോ. അതായത് പക്ഷികളെ വെടിവെക്കുന്നതും എന്താണ്, എഗെയിൻസ്റ്റ് ദ ലോ ആണ്, നിയമത്തിന് എതിരാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. സോ ഇതെന്താണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ലോ ആണ്. സോ വേറെ കുറേ പേർപ്പസസ് ഉണ്ട്. വൈ ഡു വി നീഡ് ലോസ്? എന്തിനാണ് നമുക്ക് ലോസ്? ഓക്കെ, പ്രൊട്ടക്ട് ബേസിക് ഹ്യൂമൻ റൈറ്റ്. ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അതായത് മനുഷ്യരുടെ അവകാശങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം. നിങ്ങൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവണം.
കുറേ പേരെങ്കിലും. സോ ഞാൻ പറഞ്ഞത് SSLC 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്, അല്ലാതെ ഹ്യൂമാനിറ്റീസോ കാര്യങ്ങളോ അല്ല. പഠിച്ചിട്ടുണ്ടാവണം. ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോട്ട് ഫെയർനെസ്. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ പറയുന്ന പോലെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, ഫെയർനെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹെൽപ്പ് റിസോൾവ് കോൺഫ്ലിക്ട്സ്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള തർക്കം വരികയാണെങ്കിൽ എന്താണ്, ഈ നിയമം വെച്ച് നമുക്ക് അവരുടെ തർക്കം സോൾവ് ചെയ്യാം. അതൊക്കെ സിവിൽ ലോയിലാണ് നമുക്ക് കൂടുതലും. ഈ കോൺഫ്ലിക്ട്സിൽ വരുമ്പോഴത്തേക്ക് സിവിൽ ലോ ആണ് കൂടുതലും. തർക്കങ്ങൾ വരുമ്പോൾ എന്താണ്, സിവിൽ ലോസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പ്രൊമോട്ട് ജസ്റ്റിസ്. എല്ലാവർക്കും നീതി ഉറപ്പാക്കുക, അല്ലേ? എന്താണ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും ജസ്റ്റിസ് ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നു. സോ പ്രൊമോട്ട് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി, അതായത് ഓരോ ഡിസിപ്ലിൻ കൊണ്ടുവരിക. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക, അതാണ് പ്രൊമോട്ട് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി. പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ് ഓഫ് മൈനോറിറ്റീസ്, അതായത് പണ്ടത്തെ SC/ST അങ്ങനെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കാസ്റ്റൊക്കെ അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ്, അവർക്ക് വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലുള്ള റൈറ്റ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആക്ട്, കുറേ SC/ST ആക്ട് ഒക്കെ വന്നിട്ട് റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ വന്നതോടുകൂടി ഇവർക്ക് എന്ത് കിട്ടി, ഒരു എംപവർമെൻറ്റ് കിട്ടി. സോ അവരുടെ എംപവർമെൻറ്റിന് വേണ്ടിയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയുമാണ് കുറേ ലോസും വന്നിരിക്കുന്നത്. സോ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് ഞാൻ പറയാണ്, എന്തിനാണ് ലോസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതിലൊരു എക്സാമ്പിളായിട്ട് ഇവിടെ കണ്ടോ, ഒരു വണ്ടിയാണ്, 2 പേരുണ്ട്. ഒരാൾ ബയർ, ഒരാൾ സെല്ലർ. ഒരാൾ വാങ്ങിക്കുന്ന ആളും ഒരാൾ വിൽക്കുന്ന ആളും. അപ്പോൾ ഇയാൾക്ക് വണ്ടി വിറ്റപ്പോൾ എന്താ പറഞ്ഞത്, ഇതിന് നല്ല മൈലേജ് ഉണ്ട്, 4-5 പേർക്ക് ഇരിക്കാം, 5 പേർക്ക് ഇരിക്കാം, അങ്ങനെയൊക്കെ കുറേ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ വണ്ടി കൊടുക്കുന്നത്. ഇയാൾ വണ്ടി വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേക്കും എന്താണ്, ഈ പറയുന്ന മൈലേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ആളുകൾ ആണെങ്കിൽ 4 പേരിൽ കൂടുതൽ കയറാനും പറ്റുന്നില്ല. സോ അപ്പോൾ അവർ പറഞ്ഞു, അയാൾ സെല്ലറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ദേ ഇങ്ങനെയാണ് പ്രശ്നം, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇതിൻ്റെ അകത്തില്ല, നിങ്ങൾ എനിക്ക് ഈ വണ്ടി തിരിച്ചെടുത്തിട്ട് എൻ്റെ പൈസ തിരിച്ചു തരണം എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്, നിങ്ങൾ എന്താണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിയമം ഇല്ലായിരുന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഫ്രോഡ് ഇൻ ബൈയിങ് ആൻഡ് സെല്ലിങ്, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. കാരണം നമ്മളൊരു വണ്ടി വിൽക്കുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും, ഇത്ര രൂപയ്ക്ക് ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് വിൽക്കുവാണ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും. ഇനി അതിൽ ഇന്ന ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്, ഇന്ന കളറാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ ഇത് വിറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിലില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ അത് പ്രൂവ് ചെയ്യുവാണെങ്കിൽ, കോടതിയിൽ പോയി പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഇയാൾക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് നഷ്ടപരിഹാരം കിട്ടും. അപ്പം ഇങ്ങനൊരു നിയമം വന്നതുകൊണ്ടാണ് ഇയാൾക്ക് ഈ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് കമ്പനീസ് ആക്ട്. ആ കമ്പനീസിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് കമ്പനീസ് ആക്ട്. ഈ ആക്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇത്രയാണ് പ്രോബ്ലംസ്, അതായത് ഇത്രയും മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നിയമങ്ങൾ ഉണ്ടാക്കാം. എക്സാമ്പിൾ നമ്മൾ കുറേ പറഞ്ഞു, അല്ലേ? എൻവയോൺമെൻറ്റൽ ലോസ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ലോസ്. സ്ത്രീധന നിരോധന നിയമം വന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ പറയുന്ന കുറേ ന്യൂസസ് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? സ്ത്രീധനത്തിന് വേണ്ടി ആളുകളെ കൊല്ലുക, ഉപദ്രവിക്കുക, അങ്ങനെ കുറേ കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ അങ്ങനെ ആരെങ്കിലും വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. എൻവയോൺമെൻറ്റൽ ലോസ്, സൈബർ ലോസ്, മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതുപോലെ കമ്പനീസ് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട്, ഒരുപാട് ആക്റ്റുകളുണ്ട്.
സോ ഇതിൻ്റെ എല്ലാം മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ റീസൺ അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത് സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇനി നേരെ ടെക്സ്റ്റിലേക്ക് പോവാം. നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതാണ് നിങ്ങളുടെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സോ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതിൻ്റെ ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. മീനിങ് ഓഫ് ലോ ആൻഡ് ഇറ്റ്സ് സോഴ്സസ്, ടൈപ്സ് ഓഫ് ലോ ഇൻ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ, ഇൻട്രൊഡക്ഷൻ ഓഫ്, ഇതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് തന്നെയാണ്. എന്താണ് ലോ ആൻഡ് ഇറ്റ്സ് സോഴ്സസ്, നമ്മൾ ലോ എന്തിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത്. എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇംഗ്ലീഷ് ലോ, അതായത് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് അവർ കുറേ ലോസ് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. അപ്പം അവരുടെ കുറേ ലോസ് നമ്മൾ ഇപ്പോഴും ഫോളോ, ചില ലോസ് ഇപ്പം പണ്ടത്തെ കോഡ് CRPC അതിലെ കുറച്ച് ലോസൊക്കെ നമ്മൾ എന്താണ് ബ്രിട്ടീഷുകാരുടെയാണ് ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം അതെല്ലാം മാറ്റി. അതുപോലെ വേറെയും കുറേ ലോസ് ഉണ്ട് നമ്മൾ പണ്ടൊട്ടേ ഫോളോ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ, അതിനെ നമ്മൾ കസ്റ്റം ലോ എന്ന് പറയും. കസ്റ്റം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമ്മൾ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ, അതിനെ പിന്നീട് ഒരു ലോ ആക്കി മാറ്റുക. അപ്പോൾ അതൊക്കെയാണ് സോഴ്സസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ലോ ഇൻ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോസ് ആണ് ഉള്ളത്. അതായത് എക്സാമ്പിൾ ക്രിമിനൽ, സിവിൽ. ക്രിമിനൽ കേസസിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, അതായത് ഒരാളെ കൊല്ലുക, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളാണ്. ഒരാളെ കൊല്ലുകയാണെങ്കിൽ നമ്മൾ എങ്ങനത്തെ ലോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ക്രിമിനൽ ലോസ് ആയിരിക്കും. അതുപോലെ ചെറിയ ചെറിയ ഗ്രേവ് അല്ലാത്ത ഇൻറ്റൻസിറ്റി കുറഞ്ഞ കേസസിലൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് സിവിലായിരിക്കും. പിന്നെ അല്ലാതെയും കുറേ ജനറൽ ലോസ് അല്ല കോമൺ ലോസ് ഉണ്ട്. അതുപോലെ 4 ടൈപ്പാണ് നമുക്ക് മെയിനായിട്ട് ഈ പറയുന്ന ടൈപ്സ് ഓഫ് ലോയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ, എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ലോസ് എല്ലാം. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് മേജർ റെഗുലേറ്ററി ബോഡീസ് സച്ചസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ലോസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതിൽ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കാര്യങ്ങൾ, കോർപ്പറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനീസിനെയാണ്. സോ കമ്പനീസിലെ നിയമങ്ങളും കാര്യങ്ങളും, കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും, അവരെന്തെങ്കിലും വയലേറ്റ് ചെയ്താൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് MCA ചെയ്യുന്നത്. പിന്നെ സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നിങ്ങൾ സെക്യൂരിറ്റീസ് മാർക്കറ്റൊക്കെ കേട്ടിട്ടുള്ളവർക്കറിയാം. അതിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു ബോഡി അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. IBBA എന്ന് പറഞ്ഞാൽ ഇൻസോൾവൻസി ബാങ്ക്രപ്സി, അതായത് എന്താ പറയുക, ബാങ്ക്രപ്റ്റായ, കടം കയറി കയ്യിൽ പൈസ ഇല്ലാത്തവരുടെ കേസസൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ തമ്മിലുള്ള തർക്കങ്ങൾ, അതായത് പൈസ കടം കൊടുത്ത ആളും പൈസ കടം വാങ്ങിച്ച ആളും തമ്മിലൊക്കെ എന്തുണ്ടാവും, കേസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള, അത് ഇപ്പോൾ കമ്പനിയുടെ കേസസിലുണ്ടാവും, ഇൻഡിവിജ്വൽസിൻ്റെ കേസസിലും ഉണ്ടാവും. നമ്മൾ കമ്പനിയുടെ കേസസിലാണെങ്കിൽ നമ്മൾ ഇൻസോൾവൻസി എന്നും, ഇൻഡിവിജ്വൽസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ബാങ്ക്രപ്റ്റ് എന്നാണ് പറയുന്നത്. സോ ഇൻസോൾവൻസി, ബാങ്ക്രപ്സി, ബോർഡ് ഓഫ് ഇന്ത്യ. ലാസ്റ്റ് വൺ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, അതായത് ജനറൽ ലോസിന് മറ്റ് ഒരു അതോറിറ്റിയുടെയും കീഴിൽ വരാത്ത കുറേ ലോസ് ഉണ്ടാവും. സോ അതിനെ നമ്മൾ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതായത് അവരാണത് റെഗുലേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈ പറയുന്ന പോലെ ചാപ്റ്റർ ഓവർവ്യൂ ആണ്, നമ്മളിതെല്ലാം നോക്കിയതാണ്. എന്താണ് സോഴ്സ് ഓഫ് ലോ, പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ, ടൈപ്സ് ഓഫ് ലോയിൽ തന്നെ ക്രിമിനൽ ലോ, സിവിൽ ലോ, കോമൺ ലോ, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അതുപോലെ മേജർ റെഗുലേറ്ററി ബോഡീസ് ഏതൊക്കെയാണ്, എന്താണ് MCA, സെബി, RBI, IBBI, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഇത്തരം കുറേ ബോഡീസിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. നിങ്ങളോട് ഇന്നലെ വായിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയുന്നത്, ഇതിൽ കുറേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. ഹാവ് യു എവർ വണ്ടേർഡ് വൈ യു ആർ സ്റ്റഡിയിങ് ദിസ് സബ്ജക്റ്റ് കോൾഡ് ലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ
എന്തിനാണ് നിങ്ങൾ ലോ പഠിക്കുന്നത്? നിങ്ങളൊരു CA സ്റ്റുഡൻറ്റ് ആയിട്ട് എന്തിനായിരിക്കും നിങ്ങൾ ലോ പഠിക്കുന്നത്? നിങ്ങളുടെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് എപ്പോഴും ഓഡിറ്റിങ്, അക്കൗണ്ട്സ്, ടാക്സ് ഒക്കെയാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ലോ പഠിക്കുന്നത്? ഇറ്റ് ഓൺലി ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ സിലബസ്. സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ പഠിക്കുന്നു എന്നാണോ? അതോ ഓർ is it because you will need this knowledge as a member of Institute of Chartered Accountants of India? നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതായത് ICAIയുടെ ഒരു മെമ്പർ ആയതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട, അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്തായിരിക്കും നോക്കാം. അപ്പം ഈ ഒരു ഇപ്പം നെക്സ്റ്റ് പറയുന്ന പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് അത് മാർക്ക് ചെയ്ത് വയ്ക്കുക. അവയർനെസ് ഓഫ് ലോ എന്താണ്? അവയർനെസ് ഓഫ് ലോ is essential to become a full-fledged chartered accountant. This is because a chartered accountant is the first level of contract. Contract അല്ല, first level of contact on many legal matters. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, അതായത് ഇൻഡിവിജ്വലിൻ്റെ കേസിലാണെങ്കിലും കമ്പനിയുടെ കേസിലാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ലോസ് അല്ലെങ്കിൽ ടാക്സ് റിലേറ്റഡ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ ആദ്യം ചെല്ലുന്ന മേ ബി CAക്കാരുടെ അടുത്തായിരിക്കും. അപ്പം എന്താണ് പറയുന്നത്? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് കോണ്ടാക്ട്. എല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്ന ആരെയായിരിക്കും? CAക്കാരെ ആയിരിക്കും. ഓൺ മെനി ലീഗൽ മാറ്റേഴ്സ്, കുറേ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താ പറയുക, അഡ്വൈസ് അന്വേഷിക്കുന്ന ആരുടെ കയ്യിലായിരിക്കും? CAക്കാരുടെ കയ്യിൽ. സോ വി ഷുഡ് പോസസ് നോളജ് ഓഫ് ലോ സോ ദാറ്റ് വി ക്യാൻ അഡ്വൈസ് അവർ മാനേജ്മെൻറ്റ് ആൻഡ് ക്ലയൻറ്റ്സ് ഓൺ ലീഗൽ മാറ്റേഴ്സ്. അപ്പോൾ ഇവരൊന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? സോ അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ലോസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വി ഷുഡ് പോസസ് നോളജ് ഓഫ് ലോ സോ ദാറ്റ് വി ക്യാൻ അഡ്വൈസ് അവർ മാനേജ്മെൻറ്റ് ആൻഡ് ക്ലയൻറ്റ്സ് ഓൺ ലീഗൽ മാറ്റേഴ്സ് അറ്റ് എ ബേസിക് ഓർ ത്രഷോൾഡ് ലെവൽ. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും? അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഇന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ആളെ പോയി കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ പോലും എന്താണ്? ബേസിക് നോളജ് വേണം. സം ഓഫ് യു മേ ലേറ്റർ വിഷ് ടു സ്പെഷ്യലൈസ് ഇൻ സബ്ജക്റ്റ്. ഇതാണ്, ഇത് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പാരഗ്രാഫ്. പിന്നെ പറയുന്നത് എന്താണ്? സം ഓഫ് യു മേ ലേറ്റർ വിഷ് ടു സ്പെഷ്യലൈസ് ഇൻ എ സബ്ജക്റ്റ് കോൾഡ് ടാക്സേഷൻ. ചിലവർ ഈ CA ആയി കഴിയുമ്പോഴത്തേക്ക്, അതായത് നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ്, അല്ലെങ്കിൽ 2 എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനീസിൽ പോയി വർക്ക് ചെയ്യുക. ആ കമ്പനിയുടെ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് നോക്കാം, അതായത് അതിൻ്റെ ഫയലിംഗ് കാര്യമെല്ലാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ പക്ഷേ നിങ്ങളൊരു പ്രാക്ടീസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പല ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. കുറേ ഇൻഡിവിജ്വൽ ക്ലയൻസ് ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ കമ്പനീസ് ഉണ്ടാവും. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ധാരാളം ടൈപ്പ് ഓഫ് വർക്ക്സ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും, ധാരാളം ലോ ആവശ്യമായിട്ട് വരും. സോ റിമെമ്പർ, ടാക്സ് ലോസ് ആർ ഓൾസോ ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? ടാക്സ് എന്ന് പറയുന്നതും എന്താണ്? ഒരു തരത്തിലൊരു ലോയാണ്. In order to become an expert in taxation, you should possess a basic awareness of legal and regulatory framework of our country. അപ്പോൾ എന്താണ്? നിങ്ങളൊരു ടാക്സേഷനിൽ നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? ബേസിക് അവയർനെസ് ഓഫ് ദ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് അവർ കൺട്രി. അതായത് ഇന്ത്യയിൽ ലീഗലും റെഗുലേറ്ററിയുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിൻ്റെ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ റെഗുലേറ്ററി സിസ്റ്റം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം. അതായത് ടാക്സേഷനെ പറ്റിയുള്ള ബേസിക് അവയർനെസ്, അതായത് എക്സ്പേർട്ട് ആവണമെങ്കിൽ ആ ലോസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ടു provide a set of uniform rules and regulations that will govern the conduct of people interacting with, എന്താണ് പറയുന്നത്? ദ പർപ്പസ് ഓഫ് എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ആ പർപ്പസ് എന്താണ്? റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ
പർപ്പസ് എന്താണെന്നാണ് പറയുന്നത്. എന്താണ്? ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് യൂണിഫോം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് വിൽ govern the conduct of people interacting with each other in personal as well as business relationship. അത് എന്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്? സെറ്റ് ഓഫ് യൂണിഫോം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. Set of uniform regulation that will govern the conduct of people interacting with each other in personal as well as business relation. നമ്മൾ കുറേ യൂണിഫോമായിട്ട് എല്ലാവർക്കും ഒരേപോലെ ബാധകമാകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണ് ഉണ്ടാക്കുന്നത്? ഗവൺമെൻറ് ആണ് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടക്ട് ഓഫ് പീപ്പിൾ, അതായത് ആക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻറ്ററാക്ടിങ് വിത്ത്, രണ്ട് പേര് തമ്മിലുണ്ടാകുന്ന ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഗവേൺ ചെയ്യാൻ, അവർ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതിനെയെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഡൗൺ ദ ഏജസ് മാൻകൈൻഡ് ഹാസ് ഇവോൾവ്ഡ് ഫ്രം ഹണ്ടർ ഗാദറർ society through agriculture and industrial revolution to എ കോംപ്ലക്സ് സോഷ്യൽ ഫ്രെയിംവർക്ക്. അതായത് പണ്ട് കാലം തൊട്ട് ഇപ്പോഴുള്ള ജേണി, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പം ആദിമ മനുഷ്യരുടെ കാലത്തുണ്ടായിരുന്ന ആ സമയത്ത് എന്താണ്, ലോസിൻ്റെ ഒന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അവർക്ക് അതിനെപ്പറ്റി യാതൊരുവിധ ഇതുമില്ല, അത് പ്രോബ്ലംസും കുറവായിരുന്നു. സോ പക്ഷേ എന്താണ്, ഇങ്ങനെ കുറേ കാലാകാലങ്ങളായ വന്ന മാറ്റം കാരണം എന്ത് വന്നു, നമുക്ക് നിയമങ്ങളുടെ ആവശ്യങ്ങൾ വന്നു. ആദ്യം അഗ്രികൾച്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ ഇൻഡസ്ട്രീസ് വന്നു, ഇപ്പം എന്താണ് AI വന്നു, സൈബർ അതായത് ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ധാരാളം മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ലോസിൻ്റെ ആവശ്യം, നീഡ് കൂടുന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത് സൈബർ ലോസ് ആണ് അല്ലേ. പണ്ട് ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ സൈബർ ലോസിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ധാരാളം പ്രശ്നങ്ങൾ, ഹാക്കേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടിക്കൂടി വരുന്നു. അപ്പോൾ സൈബർ ലോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആയിട്ട് മാറുകയാണ്. സോ ത്രൂ ഔട്ട് ദിസ് ജേർണി വി ഹാവ് ഓൾവേസ് നീഡഡ് ലോസ്. ഈ ഒരു വന്ന കാലഘട്ടത്തിൽ, ഓരോ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി വന്നപ്പോൾ എന്ത് വന്നു, കമ്പനീസ് ആക്ടിൻ്റെ ആവശ്യം വന്നു. സോ അങ്ങനെ ഇപ്പം ഇൻ്റർനെറ്റ് വന്നപ്പോൾ എന്ത് വന്നു, സൈബർ ലോസ് വേണ്ടി വന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്ത് വേണ്ടി വന്നു, നിയമങ്ങൾ വേണ്ടി വന്നു. സോ ആൻഡ് റെഗുലേഷൻസ് ടു ഗൈഡ് us ഓൺ ദ റൈറ്റ് കോഴ്സ് ഓഫ് കണ്ടക്ട്. ശരിയായ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് കൊണ്ടുവന്നത്. ആസ് വെൽ ആസ് ടു ഐഡൻറ്റിഫൈ വയലേഷൻ. ആരെങ്കിലും ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ തന്നെ എന്തും പറഞ്ഞിട്ടുണ്ട്, പണിഷ്മെൻറ്റും പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ടോക്ക് അബൌട്ട് ഏൻഷ്യൻ്റ് ലോ, അതായത് പഴയകാല നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ്. പല പല സോഴ്സസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, കോഡ് ഓഫ് ഹമ്മുറബി, അതൊരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ്. സോ കോഡ് ഓഫ് ഹമ്മുറബി എന്ന് പറയുന്നത് ഇസ് നോൺ ഫോർ ദ ഓൾഡസ്റ്റ് ലോ. അതാണ് ഓൾഡസ്റ്റ് ലോ, ഏറ്റവും പഴയ നിയമമാണ്. എങ്ങനെയുള്ളതാണ്, റിട്ടേൺ ഫോമിലുള്ള ഏറ്റവും പഴയ നിയമമാണ് കോഡ് ഓഫ് ഹമ്മുറബി. ചിലപ്പോൾ നിങ്ങൾക്ക് 1 വേർഡിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ചിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. കിങ് ഹമ്മുറബി റൂൾഡ് ബാബിലോൺ ഫോർ ദ പീരീഡ് ഫ്രം 1792 BC ടു 1758 BC. അതായത് BC എപ്പോഴും നമ്മൾ ബാക്കിലോട്ടാണ് നോക്കുന്നത്. സോ 92 to 58. ഓക്കെ, ബാബിലോൺ എന്ന് പറയുന്ന ഒരു സ്ഥലം ഭരിച്ചിരുന്ന ആരാണ്, കിങ് ഹമ്മുറബി എന്ന് പറയുന്നതാണ്. പുള്ളി എന്ത് ചെയ്തു, ഹി കാർവ്ഡ് the code on bulky stone slabs and ordered to place those stones on different places all over the city so that public may have the knowledge of codes. അയാൾ എന്താ പറഞ്ഞത്, എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, ഈ പറയുന്ന കല്ലുകളിൽ ഈ നിയമങ്ങളെല്ലാം കൊത്തി വെച്ചു. കാർവ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊത്തുപണി ചെയ്യില്ല നമ്മൾ, അതുപോലെ കൊത്തി പല സ്ഥലത്ത് ആ ഹമ്മുറബി എന്ന് പറയുന്ന ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നാനാഭാഗം പല സ്ഥലത്തായിട്ട് ആ കല്ലുകൾ കൊണ്ട് സ്ഥാപിക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ലോസ് എല്ലാം അവരുടെ പബ്ലിക്കിന് അറിയാൻ വേണ്ടി. പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ.
അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഹി ഓൾസോ അപ്പോയിൻറ്റഡ് ജഡ്ജസ് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ റെഗുലേറ്ററി, അതായത് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ നമ്മളതിനെ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നു. സോ ഇവിടെ എന്താണ് ജഡ്ജസ് എന്നാണ് പറയുന്നത്. ടു ചെക്ക് വെദർ പബ്ലിക് ഈസ് ഫോളോയിങ് ദ ലോസ് ഓർ നോട്ട്, പബ്ലിക് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്തത്. ഇൻ 450 BC, അതായത് 450 ബിഫോർ ക്രൈസ്റ്റ് ആണ്. സോ എ സെറ്റ് ഓഫ് ലോസ് വാസ് എൻഗ്രേവ് ചെയ്യുന്നത് രണ്ടും എന്താ പറയുക സിമിലർ ആണ്. കാർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊത്തു പണി ചെയ്യുക, ഇത് മെറ്റലിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക എൻഗ്രേവ് ചെയ്യുക എന്ന് പറയും. ഓൺ 12 ബ്രോൺസ് ടാബ്ലറ്റ്സ്, 12 ബ്രോൺസ് ടാബ്ലറ്റ്സിൽ എന്ത് ചെയ്തു എൻഗ്രേവ് ചെയ്തു. എന്താണ്? ഇൻ റോം വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ഫസ്റ്റ് മോസ്റ്റ് ഡീറ്റെയിൽഡ്. സോ ഇത് എന്താണ് ഡീറ്റെയിൽഡ് കോഡ് ഓഫ് എനി സിവിലൈസേഷൻ കോൾഡ് 12 ടേബിൾസ്. അതായത് ഈ എൻഗ്രേവ് ചെയ്തതിനെ പിന്നീട് എന്ത് വിളിച്ചു? 12 ടേബിൾസ്. എന്തിന്? മോസ്റ്റ് ഡീറ്റെയിൽഡ് കോഡാണ്. മനസ്സിലായോ? ഏറ്റവും പഴയ അല്ലെങ്കിൽ ആദ്യത്തെ മോസ്റ്റ് ഡീറ്റെയിൽഡ് കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? 12 tables. The purpose of these table was to protect the rights of public. എന്തിനു വേണ്ടിയാണ്? പൊതുജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 12 tables എന്ന് പറയുന്ന നിയമങ്ങൾ കൊണ്ടുവന്നത്. ആൻഡ് ടു പ്രൊവൈഡ് റെമഡി ഫോർ റോങ്സ്. ഇപ്പോൾ 2 പേര് തമ്മിൽ വഴക്കുണ്ടായി, ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ, ഒരു റോങ് ഉണ്ടായതുകൊണ്ടാണല്ലോ അവിടെ പ്രശ്നം വന്നത്. അപ്പം ആ റോങ് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു റെമഡി കൊടുക്കണം. മേ ബി അത് മണിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെർഫോമൻസ്, അങ്ങനെ എന്താ പറയുക ഒരു കാര്യം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കുക, അതിനാണ് നമ്മൾ റെമഡി എന്ന് പറയുന്നത്. സോ അങ്ങനെ കൊണ്ടുവരാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവർ ലോസ് കൊണ്ടുവന്നത്. ഓൾ ദ സിറ്റിസൺസ് ഓഫ് റോം വെർ സപ്പോസ് ടു ഹാവ് ദ നോളജ് ഓഫ് ദീസ് ടൈപ്സ്. എല്ലാവരും നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് സപ്പോസ്ഡ് എന്താണ്, ഓൾറെഡി അവർക്ക് അറിയാമെന്നൊരു അസംഷനിലാണ് അവർ പോകുന്നത്. ഇന്ത്യയിലാണെങ്കിൽ പോലും ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റോട്ടിൽ കൂടെ ഹെൽമെറ്റ് വയ്ക്കാതെ പോയി, പോലീസ് പിടിച്ചു. അപ്പോൾ സാറിനോട് പറയുകയാണ്, സാർ എനിക്ക് ഹെൽമെറ്റ് വയ്ക്കണം, അതൊരു ലോ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ ബേസിക് എന്നല്ല എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നമുക്കറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ ഒരു എക്സ്ക്യൂസ് അല്ല. അതുപോലെ തന്നെയായിരുന്നു അവിടെയും, റോമിലും എന്തായിരുന്നു, അവിടെയും ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓവർ ദ ടൈം മെനി അമെൻമെൻറ്റ്സ്, അതായത് അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വെർ ഡൺ ഇൻ ദിസ് ലോസ് ആസ് പെർ റിക്വയർമെൻറ്റ്സ്, ആവശ്യാനുസരണം അതിൽ എന്ത് കൊണ്ടുവന്നു? മാറ്റങ്ങൾ കൊണ്ടുവന്നു. In this subject, you will be introduced to many laws. Therefore, in this chapter, we will first understand how these laws are made and how they are implemented. എങ്ങനെയൊക്കെയാണ് ലോസ് വന്നത്. ഇനിയിപ്പം നമ്മൾ 6 ചാപ്റ്റർ കാണുന്നത് മൊത്തം എന്താണ്? പല പല നിയമങ്ങളാണ്. സോ ആ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നത് അതിൻ്റെ ഒരു ബ്രീഫായിട്ടാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ലാസ്റ്റ്, വാട്ട് ഈസ് ലോ? Law is a set of obligations and duties imposed by the government for securing welfare and providing justice to society. ഇത്രേ ഉള്ളൂ. സെറ്റ് ഓഫ് ഒബ്ലിഗേഷൻസ് ആണ്. ഒബ്ലിഗേഷൻസും നമ്മൾ ചെയ്യേണ്ട കടമകളും നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. എന്ത്? ഇമ്പോസ് ബൈ ഗവൺമെൻറ് നമ്മളിൽ ഏൽപ്പിക്കുന്ന, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡ്യൂട്ടീസും കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്? സെക്യൂറിങ് വെൽഫെയർ, സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണത് നമുക്ക് ഒബ്ലിഗേഷൻസും ഡ്യൂട്ടീസുമായിട്ട് പറയുന്നത്. സോ ഇന്ത്യാസ് ലീഗൽ ഫ്രെയിംവർക്ക് റിഫ്ലെക്ട്സ് ദ സോഷ്യൽ, അതായത് പല ആസ്പെക്ട്സിലുള്ള കാര്യങ്ങളിലും ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അതിൻ്റെ അകത്ത് എൻവയോൺമെൻറ്റൽ ലോസ് വരും, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ വരും. ഇനി പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇലക്ഷൻ്റെ സമയത്ത് ഒരു ദിവസം മുമ്പ് തന്നെ ഒരു പ്രചാരണം, അത് പ്രചാരണം എന്ന് പറഞ്ഞാൽ ഈ മൈക്കിലൊക്കെ വിളിച്ച് പറയില്ല, ഇങ്ങനെ ഇന്ന സ്ഥാനാർത്ഥി ഇന്ന ചിഹ്നം എന്നൊക്കെ, അത് സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെ ഒരു റൂളുണ്ട്.
സോ അതും പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് റിലേറ്റ് ചെയ്തു. അതുപോലെ എക്കണോമിക് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഈ പറയുന്ന ഫിനാൻസ് ആക്ട് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട്, അതെല്ലാം എക്കണോമിക് ആസ്പെക്റ്റിൽ വരും. ലാസ്റ്റ് കൾച്ചറൽ ആസ്പെക്റ്റ്, ടൂറിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ കൾച്ചറൽ ആസ്പെക്റ്റിൽ വരും. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കുന്നത്. നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണ്? സോഴ്സസ് ഓഫ് ലോ ആണ്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് വരിക. ബിക്കോസ് ഇത് ഭയങ്കര എന്താ പറയുക, അവിടെ ഇവിടെ ഇല്ലാത്ത പോലെ കുറേ പാരഗ്രാഫ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു പിക്ചർ ഫോമാറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കില്ല. സോ ഞാൻ എന്ത് ചെയ്യാം, PPTയിലോ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കാം. സോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വരിക. അപ്പം വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. PPTയുടെ കൂടെ തന്നെ കുറച്ച് നോട്ട്സ് ഉണ്ടാവും, അതും ഞാൻ ഷെയർ ചെയ്യാം. സോ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പിന്നെ പറയുന്ന കസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യം അതിന് പിന്നീട് ലോ ആക്കി മാറ്റുന്നു. പിന്നെ ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അവരുടെ ലോസ് കുറേ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ട്സ് കുറേ, അത് കോഡിൽ നിന്ന് കുറേ, കോഡെന്ന് ഞാൻ പറഞ്ഞു, കോഡും ആക്റ്റും ഡിഫറെൻ്റ് ആണ്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഈ പറയുന്ന പോലെ വായിച്ചിട്ട് വരിക. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ അറിയിക്കുക. ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.